സാറേ, എൻ്റെ ഒരു സുഹൃത്തിനോട് ചോദിച്ചൊരു ചോദ്യമാണ്. അതിന് ഏറ്റവും ബെസ്റ്റ് ഉത്തരം തരാൻ സാറ് തന്നെയാണ് എൻ്റെ ഏറ്റവും കറക്റ്റ് ആൾ. അതുകൊണ്ടങ്ങ് ചോദിക്കുക. ഇപ്പോൾ ഈ കേരളത്തിൽ വർഷങ്ങളായിട്ട് നമ്മൾ എൻട്രൻസ് കോച്ചിങ് എന്ന് പറയുമ്പോൾ തന്നെ ഏറ്റവും കൂടുതൽ മുഴങ്ങി കേൾക്കുന്നൊരു പേരാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ. അത് എന്തുകൊണ്ടാണ്? ലൈക്ക് വൈ ബ്രില്യൻറ്റ്? മെഡിക്കൽ അല്ലെങ്കിൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലനം, അതിൽ വിദ്യാർത്ഥികളാണെങ്കിലും മാതാപിതാക്കളാണെങ്കിലും ആദ്യം നോക്കുന്നത് റിസൾട്ടാണ്. 41 വർഷമായിട്ട് താരതമ്യം ചെയ്യാൻ പോലും പറ്റാത്ത കൺസിസ്റ്റന്റ് ആയിട്ടുള്ള റിസൾട്ട് നമുക്കറിയാം. രാജ്യത്തെ 1ാം റാങ്ക് ഉൾപ്പെടെ എല്ലാ റാങ്കുകളും എല്ലാ വർഷവും നമുക്ക് കിട്ടുന്നുണ്ട്. നമുക്കിപ്പം ഗവൺമെൻറ് മെഡിക്കൽ കോളേജുകളാവട്ടെ, എയിംസ് ആവട്ടെ, IIT-കളാവട്ടെ, എന്തിന് IISc ബാംഗ്ലൂർ പോലും ആവട്ടെ, മലയാളികൾ അവിടെ പ്രവേശനം നേടുന്നുണ്ടോ? 95% ബ്രില്യൻറ്റിൽ പഠിച്ച വിദ്യാർത്ഥികളാണ്. മറ്റുള്ള സ്ഥാപനങ്ങൾ പോലെ അല്ല ബ്രില്യൻറ്റ് സ്റ്റഡി സെൻറ്റർ. ആരംഭിച്ച കാലം മുതൽ മെഡിക്കൽ എഞ്ചിനീയറിംഗ് എൻട്രൻസ് പരിശീലനം ഒരൊറ്റ ഫോക്കസ്, ഒരൊറ്റ ലക്ഷ്യം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ബ്രില്യൻറ്റിന് അന്നും ഇന്നും. അതുതന്നെയാണ് ഈ റിസൾട്ടിന്റെ വിജയത്തിന്റെ പിന്നിൽ. ഓക്കെ, അപ്പോൾ ഒന്നാമത്തേത് റിസൾട്ട്. അപ്പോൾ രണ്ടാമത്തെ എന്താണ്? ഓഫ് കോഴ്സ് അക്കാഡമിക്സ്. ഇവിടുത്തെ പഠന രീതി, ടൈം ടേബിൾ, തുടർച്ചയായിട്ടുള്ള ക്ലാസ്സുകൾ, മൺഡേ ടു ഫ്രൈഡേ റെഗുലർ ക്ലാസ്സുകളാണ്. സാറ്റർഡേ സൺഡേ സ്റ്റഡി ലീവ്, എവരി മൺഡേ എക്സാംസ്. കൃത്യം 1 മണിക്കൂറിൽ അതിന്റെ റിസൾട്ട്, പേപ്പർ അനാലിസിസ്, ക്വസ്റ്റ്യൻ ഡിസ്കഷൻ. ഓരോ ആഴ്ചയിലുമുള്ള പേരൻസ് ഇന്ററാക്ഷനിലൂടെ ഓരോ വിദ്യാർത്ഥികളുടെയും ഇംപ്രൂവ്മെന്റ് അവർക്ക് കൃത്യമായിട്ട് അളക്കാൻ സാധിക്കും. ഇത് ഒരു സെന്ററിലെ കാര്യമല്ല, ബ്രില്യൻറ്റിന്റെ എല്ലാ സെന്ററിലും ഇതേ പാറ്റേൺ ആണ് നമ്മൾ നടപ്പാക്കുന്നത്. അപ്പോൾ ഈ എല്ലാ സെന്ററുകളിലും എക്സാമിന് ശേഷം കൃത്യം 1 മണിക്കൂറിനുള്ളിൽ റിസൾട്ട്. തീർച്ചയായിട്ടും കൊള്ളാം. പിന്നെ വീക്ക്ലി എക്സാംസ്, റെഗുലർ എക്സാംസ്, മോഡൽ എക്സാംസ്. നമുക്ക് ജനുവരിക്ക് ശേഷം 10,000-കണക്കിന് വിദ്യാർത്ഥികൾ എഴുതുന്ന ലാർജ് എക്സാംസ്. എല്ലാ എക്സാംസിലും വിജയികളെ പ്രോത്സാഹിപ്പിക്കാനുള്ള ക്യാഷ് പ്രൈസുകൾ. ക്യാഷ് പ്രൈസസ് ഒക്കെ ഉണ്ടല്ലേ? ഓ, ദാറ്റ്സ് നൈസ്. അത് സ്റ്റുഡൻസിന് ഭയങ്കര ഒരു മോട്ടിവേഷൻ തന്നെയായിരിക്കും. തീർച്ചയായിട്ടും. ഓക്കെ സാറേ, ഈ 3 കുട്ടികളുടെ ഡീറ്റെയിൽസ് എനിക്കൊന്ന് മെയിൽ ചെയ്യണേ. ഓക്കെ സാർ. ഓക്കെ സാറേ, അപ്പോൾ നമ്മുടെ മൂന്നാമത്തെ ഫാക്ടർ എന്താ? വാ, ഞാൻ പറയാം. പിന്നെ ഇൻഫ്രാസ്ട്രക്ചർ. എല്ലാ സെന്ററിലും എല്ലാ വിദ്യാർത്ഥികൾക്കും ഒരുപോലെ ലഭിക്കുന്ന സൗകര്യങ്ങൾ, ഹൈടെക് ക്ലാസ് റൂംസ്, റെഫറൻസ്, ലൈബ്രറി, ബുക്ക് സിസ്റ്റം, ഡൗട്ട് ക്ലിയറൻസ് ഫെസിലിറ്റി, അതുപോലെ തന്നെ ആഫ്റ്റർ ക്ലാസ് സപ്പോർട്ട്, നിരവധി അധ്യാപകരുടെ സൗകര്യങ്ങൾ. എല്ലാ സെന്ററിലും യാതൊരുവിധ വേർതിരിവുമില്ലാതെയാണ് അധ്യാപകർ പ്രവർത്തിക്കുന്നത്. പിന്നെ എടുത്തു പറയേണ്ട ഒന്നാണ് ബ്രില്യൻറ്റ് ഓൺലൈൻ ലേണിങ്ങിന് കൊടുത്തിരിക്കുന്ന പ്രാധാന്യം. ബ്രില്യൻറ്റ് തന്നെ വികസിപ്പിച്ചെടുത്ത ChatGPT ഇൻറ്റിഗ്രേറ്റഡ് ആയിട്ടുള്ള ബ്രില്യൻറ്റ് ലേണിംഗ് ആപ്പ് വിദ്യാർത്ഥികൾക്ക് മികച്ച ഒരു കൂട്ടാണ്. എല്ലാ ചാപ്റ്റേഴ്സും വീഡിയോസ് ആയിട്ട് അവൈലബിൾ ആണ്. പെട്ടെന്ന് മനസ്സിലാകാനായിട്ട് ആനിമേറ്റഡ് വീഡിയോസ് ആണ് അപ്ലോഡ് ചെയ്തിരിക്കുന്നത്. വിദ്യാർത്ഥികൾക്ക് ഏത് സംശയമുണ്ടെങ്കിലും അപ്പോൾ തന്നെ ലേണിംഗ് ആപ്പിൽ അത് അപ്ലോഡ് ചെയ്യാം. നിമിഷങ്ങൾക്കുള്ളിൽ ChatGPT അതിന് ഉത്തരങ്ങൾ തരും. അത് പോരെങ്കിൽ ക്ലാസ് മെന്റേഴ്സിനോട് നേരിട്ട് ചോദിക്കുകയും ചെയ്യാം. പിന്നെ എല്ലാത്തരം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻസും വിത്ത് വീഡിയോ സൊല്യൂഷൻസിലൂടെ അവൈലബിളുമാണ്. ചുരുക്കം പറഞ്ഞാൽ ഇപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള എല്ലാ ടെക്നോളജിയും മാക്സിമം യൂട്ടിലൈസ് ചെയ്തുകൊണ്ട് തന്നെയാണ് നമ്മുടെ പഠന രീതി എന്ന് പറയുന്നത് അല്ലേ? ഓക്കെ സാറേ, നമുക്കൊരു ചായ കുടിച്ചിട്ട് സംസാരിച്ചാലോ? തീർച്ചയായിട്ടും. 2 ചായ. പിന്നെ ബ്രില്യൻറ്റിൽ NCERT ബേസ്ഡ് പഠനമാണെങ്കിലും ലെവൽ 1 മുതൽ ലെവൽ 4 വരെയുള്ള ഹയർ ഓർഡർ തിങ്കിങ് ക്വസ്റ്റ്യൻസ് ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. പിന്നെ ഹോസ്റ്റൽസ്, പഠനത്തിന് വേണ്ടി ക്രമീകരിച്ചിരിക്കുന്ന മികച്ച ഹോസ്റ്റലുകൾ. കേരളത്തിലെമ്പാടും 100 കണക്കിന് ഹോസ്റ്റലുകളാണ് ബ്രില്യൻറ്റ് സ്റ്റഡി സെന്ററിനുള്ളത്. സാർ, അപ്പം ഇത്രയും കാര്യങ്ങൾ ഒരേ സമയത്ത് നടത്തിച്ചെടുക്കണമെങ്കിൽ അതിന് വലിയൊരു ടീമിന്റെ ആവശ്യം തന്നെയില്ലേ? പിന്നെ വലിയൊരു ടീം തന്നെയാണ് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്നത്. ക്ലാസ് ടീച്ചേഴ്സ്, ഹോസ്റ്റൽ വാർഡൻസ്, ഹോസ്റ്റൽ മെന്റേഴ്സ്, കോർഡിനേറ്റേഴ്സ്, ഗ്രൂപ്പ് ലീഡേഴ്സ്, അസിസ്റ്റന്റ് ഡയറക്ടേഴ്സും അങ്ങനെ ഒരു വലിയ ചെയിൻ തന്നെയാണ് ഈ ഒരു പ്രോസസ്സിന് പിന്നിൽ. പിന്നെ വിദ്യാർത്ഥികൾക്കുള്ള മോട്ടിവേഷൻ, കൗൺസിലിംഗ്, ഹെൽത്ത് കെയർ, പിന്നെ നല്ല ക്വാളിറ്റിയുള്ള ക്യാൻറ്റീൻ ഭക്ഷണം, പ്രീമിയം കഫേസ്, പിന്നെ ട്രാൻസ്പോർട്ടേഷന് വേണ്ടി 100 കണക്കിന് വണ്ടികൾ. സാറേ, മതി. എനിക്കിപ്പം മനസ്സിലായി എന്തുകൊണ്ടാണ് എൻട്രൻസ് മേഖലയിൽ നമ്പർ 1 ബ്രില്യൻറ്റ് സ്റ്റഡി സെന്റർ എന്നുള്ളത്. സംശയം മാറിയല്ലോ? എല്ലാ സംശയവും മാറി. ശരി, വാ.